ജാസ്മിൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ജാസ്മിൻ അത്രയ്ക്കും സങ്കടത്തിലാണ്. ഗബ്രി പോയതുകൊണ്ട് ജാസ്മിൻ ആകെ തകർന്ന് തരിപ്പണമായി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തെറ്റി. ജാസ്മിൻ ഇടയ്ക്ക് ഗബ്രീനെ ഓർമ്മ വരും, ഇടയ്ക്ക് മറന്നു പോകും, ഇടയ്ക്ക് ഓർമ്മ വരും, ഇടയ്ക്ക് മറന്നു പോകും. അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ? അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ? ഗബ്രീൻ്റെ ആ ഒരു ഡ്രസ്സെല്ലാം ഇട്ട് ജാസ്മിൻ എപ്പോഴും ഗബ്രീനെ ഓർത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം കുറച്ച് ദിവസമെങ്കിലും നമ്മുടെ മുമ്പിൽ അഭിനയിക്കണ്ടേ. ഞാനും ഗബ്രിയും തമ്മിൽ ഭയങ്കര ആത്മബന്ധമായിരുന്നു. ഗബ്രി പോയതിന് എനിക്ക് ഭയങ്കര വിഷമമുണ്ടെന്ന് ഇടയ്ക്കെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കണ്ടേ. അതുകൊണ്ട് ജാസ്മിൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അങ്ങനെ ജാസ്മിൻ കിടന്നുറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ പട്ടീനെ കൊണ്ട് കുരപ്പിച്ച് എണീപ്പിച്ച് നല്ലൊരു പണി കൊടുത്ത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഋഷീനെ കുറിച്ചാണ്. എടോ, ഋഷി താനാണ് ക്യാപ്റ്റൻ, അല്ലാണ്ട് അൻസിബയല്ല. അൻസിബ പറയുന്ന കേട്ട് മാത്രം തീരുമാനം എടുക്കാൻ അപ്പം തനിക്കൊരു ബോധമില്ല താൻ ക്യാപ്റ്റനാണെന്നുള്ളത്. അൻസിബ എന്ത് പറയുന്നോ അത് തന്നെ, അൻസിബ എന്ത് പറയുന്നോ അത് തന്നെ. അപ്പോൾ ശരിക്കും അൻസിബ നിൻ്റെ പി എ ആണോ അതോ അൻസിബയുടെ പി എ ആണോ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ഋഷി? സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക എൻ്റെ പൊന്ന് ഋഷി മോനെ. ഇല്ലെങ്കിൽ ഇതാ ഇപ്പം ജാസ്മിൻ കിടന്ന് കരയുന്ന പോലെ കരയേണ്ടി വരും കേട്ടോ. കാരണം അൻസിബേനെ പുറത്താക്കുമ്പോൾ ഋഷി അവിടെ ഉണ്ടെങ്കിലല്ലേ കരയേണ്ടി വരുള്ളൂ അല്ലേ? ഈ ഒരു പോക്കാണെങ്കിൽ ഋഷി രണ്ടുപേരും പുറത്താവും, പറഞ്ഞിട്ടില്ലെന്നുണ്ട്. വെറുതെ പുറത്തിരിക്കുന്ന ആരാധകരെ കൊണ്ട് വെറുതെ ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം കേട്ടല്ലോ. അത് തന്നെ.